ഇറാനിലെ കിർമാനിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു. കിർമാൻ സർവകലാശാലയിലെ 12 മലയാളി വിദ്യാർത്ഥികളാണ് കുടുങ്ങിപ്പോയത്. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരുകൾക്ക് കത്തയച്ച് രക്ഷിതാക്കളുടെ കൂട്ടായ്മ. കെർമൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ 12 MBBS വിദ്യാർത്ഥികളാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാനിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് എത്രയും വേഗം വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുക എന്നാവശ്യപ്പെട്ടാണ് രക്ഷിതാക്കളുടെ കൂട്ടായ്മ കേരള സർക്കാരുകൾക്ക് കത്തയച്ചത്. നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് അക്കാദമിക് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് വിദ്യാർത്ഥികളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. വിദ്യാർത്ഥികൾ സ്വന്തം നിലയിൽ പോകണമെന്നാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പറയുന്നത്. എന്നാൽ നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അയച്ചു കൊടുക്കാൻ പോലുമുള്ള ഇന്റർനെറ്റ് സംവിധാനമോ മറ്റ് സംവിധാനങ്ങളോ നിലവിൽ ഇറാനിലില്ലെന്ന് കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥിയുടെ ലോക്കൽ ഗാർഡിയൻ താരിഷ് റഹ്മാൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അപ്പം അവിടുന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പോകണം എന്നാണ് ഇന്ത്യൻ എംബസി അവിടെ പറഞ്ഞേക്കുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ പുറത്തു പോകാൻ പോലും അവർക്ക് നിലവിൽ പെർമിഷൻ ഇല്ല. ഇവരൊരു ബിൽഡിങ്ങിലാണുള്ളത്. അപ്പം ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ യാതൊരുവിധ മെസ്സഞ്ചർ ആപ്പോ ഇവരെ കോളിൽ പോലും എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കൊടുക്കാനുള്ള സൗകര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ ഒന്ന് അവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു പരിപാടി ചെയ്യണം. ഇപ്പൊ പേരൻസിന്റെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, അവരെ പ്രതിനിധീകരിച്ച് ഞാനാ ഇപ്പൊ കംപ്ലൈന്റ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചേക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെ കൂട്ടായ്മ കത്തയച്ചത്. വിദ്യാർത്ഥികളുടെ സംരക്ഷണം, സുരക്ഷിതമായ ഗതാഗതം, അടിയന്തര സഹായം എന്നിവ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ, വിദേശകാര്യ മന്ത്രാലയം, കേരള സർക്കാർ, നോർക്ക, ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി എന്നിവ തമ്മിൽ ഏകോപനം ഉറപ്പാക്കുക, വിദ്യാർത്ഥികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസവും ഭാവിയും ശാശ്വതമാക്കുക തുടങ്ങിയവയെല്ലാം കത്തിലെ പ്രധാന ആവശ്യങ്ങളാണ്. നിലവിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ സംഘർഷത്തിനാണ് ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.